നമസ്കാരം. സ്ത്രീകൾക്ക് ആർത്തവസമയത്തുണ്ടാകുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായി ആർക്കും ചെയ്യാൻ കഴിയുന്ന 3 ആസനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആസനങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ റൂബിൻ ടീച്ചർ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ശശാങ്കാസനമാണ്. ശശാങ്കാസനം വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരുപാട് വേദനയുള്ള സമയത്ത് നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ തോന്നില്ല, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാനേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ശശാങ്കാസനം വളരെ എഫക്റ്റീവാണ്. നല്ല വേദനയുള്ള സമയത്ത് നിങ്ങൾക്ക് കട്ടിലിൽ കയറിയിട്ട് ഇതുപോലെ ആദ്യം വജ്രാസനത്തിൽ ഇരുന്നിട്ട് ഉപ്പുറ്റി തുറന്നു വയ്ക്കുക. എന്നിട്ട് പൃഷ്ഠഭാഗം ഉപ്പുറ്റിക്ക് 2 ഉപ്പുറ്റികൾക്ക് നടുവിലേക്ക് വെച്ചിട്ട് മെല്ലെ ശശാങ്കാസനത്തിലേക്ക് വരിക. നമ്മുടെ നെഞ്ച് നമ്മുടെ തുടകളിൽ വിശ്രമിച്ചിട്ട് മുഖം താഴെ വച്ച് കൈകൾ ബാക്കിലേക്കാക്കി സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് ബ്രീത്ത് ചെയ്യുക. കുറേ സമയം നമ്മളിവിടെ ശാന്തമായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ വേദനയ്ക്ക് വലിയൊരു ശമനം കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് സഫർ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വേദന ഇരട്ടിക്കും. മനസ്സ് ശാന്തമായി പ്രശാന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൻ്റെ വേദന നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വിശ്രമിക്കാം. വളരെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം, ഒരു ശാന്തത സൃഷ്ടിക്കാനായിട്ട് ആണ് ഇങ്ങനെ ഈ ഒരു ശശാങ്കാസനം സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ ഒരു കോൺട്രാക്ഷൻ, വളരെ ഹെവി ആയിട്ട് സംഭവിക്കുന്ന കോൺട്രാക്ഷനും എക്സ്പാൻഷനും അതിനൊരു അയവ് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് വിശ്രമിക്കാം. ഇങ്ങനെ ശശാങ്കാസനത്തിൽ ഇതുപോലെ വിശ്രമിക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 1-2 പില്ലോയോ അല്ലെങ്കിൽ അതിനെ ചുറ്റിക്കൊണ്ടൊരു ടവലോ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോൾസ്റ്ററിനെ എടുത്ത് നിങ്ങൾക്ക് അടുത്ത് വെച്ചിട്ട് അതിൽ തലവച്ച് അല്ലെങ്കിൽ കാലൊന്ന് കുറച്ചൊന്ന് വിരിച്ച് അകത്തി വെച്ചിട്ട് ബോൾസ്റ്റർ 2 മുട്ടുകൾക്ക് ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ നിങ്ങൾക്ക് തലവച്ച് ബോൾസ്റ്ററിനെ കെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ പില്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴും വലിയൊരു ആശ്വാസം തോന്നും. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ ആസന, ശശാങ്കാസനം. രണ്ടാമത്തെ ആസനം നമ്മൾ അതിനെ പറയുന്നത് സുപ്തബദ്ധ കോണാസനം എന്നാണ്. അപ്പോൾ അതിന് ഇതുപോലൊരു ബോൾസ്റ്റർ ഉണ്ടെങ്കിൽ വളരെ അധികം സഹായിക്കും. പക്ഷേ അതില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കണം. നമുക്ക് കുറേ വലിയ ടവലെടുത്ത് ഇങ്ങനെ ചുരുട്ടുകയോ അല്ലെങ്കിൽ 2-3 പില്ലോ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ടവൽ വെച്ച് ചുരുട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒരു ബോൾസ്റ്റർ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ വളരെ വളരെ എഫക്റ്റീവാണ് ഈ പീരീഡിൻ്റെ സമയത്ത്. അപ്പോൾ അതിന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ബോൾസ്റ്ററിനെ നമ്മുടെ ഭാഗത്തോട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് കാല് മുന്നോട്ടാക്കി വെച്ചിട്ട് പിന്നെ കാല് മടക്കി ഇനി മുട്ട് വിരിക്കുക. മുട്ട് വിരിച്ചിട്ട് കാൽപാദങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക. ഒരുമിച്ച് കൂട്ടിച്ചേർത്തിട്ട് പിന്നെ മെല്ലെ പിന്നിലേക്ക് കിടക്കുക. വേണമെങ്കിൽ കൈമുട്ട് ഉപയോഗിച്ച് മെല്ലെ പിന്നിലോട്ട് കിടന്നിട്ട് ഇങ്ങനെ കൈ വിരിച്ച് ഇവിടെ കിടക്കുമ്പോഴേക്ക് ആ സമയത്തുണ്ടാകുന്ന നടുവേദനയിൽ ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മുടെ ഈ പെൽവിസ് മസിലും ലോവർ അബ്ഡമൽ മസിലും ഒക്കെ റിലാക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വികസിച്ചിരിക്കുന്ന കാരണം താഴോട്ടുള്ള ഫ്ലോയെ നന്നായിട്ട് ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കും. അപ്പോൾ പെട്ടെന്ന് അതിനൊരു റിലീഫും കിട്ടും. അതുപോലെ തന്നെ ബാക്ക് പെയിന് നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു പോസാണിത്. പക്ഷെ നമ്മളിത് കിടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു റിലാക്സേഷൻ തോന്നും. അപ്പോൾ നമ്മൾ ശശാങ്കാസനം ചെയ്തിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പോൾ നേരെ നമ്മൾ ശശാങ്കാസനത്തിൽ ചെയ്യുമ്പോഴേക്ക് അവിടെ ഒരു സ്ക്വീസിങ് എഫക്റ്റാണ്. അപ്പോൾ അത് ഒരു പ്രഷർ, നമ്മളിങ്ങനെ കൈ കൊണ്ട് വയറിൽ മുറുക്കി പിടിക്കുന്ന ഒരു എഫക്റ്റാണ് ശശാങ്കാസനത്തിൽ കിടക്കുമ്പോഴേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആക്കി കൊടുക്കും. ഓപ്പൺ ആകുമ്പോഴേക്ക് ഇവിടെ ഒരു എക്സ്പാൻഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴേക്ക് നന്നായിട്ട് ഫ്ലോ ഉണ്ടാവാനും അതോടൊപ്പം തന്നെ നല്ലൊരു ആശ്വാസം, നമുക്ക് നല്ലൊരു റിലാക്സിങ് ഫീലിംഗ് ഉണ്ടാവും ഈ ആസനത്തിൽ കിടക്കുമ്പോഴേക്ക്. ഇനി ഇതിന് പുറത്തു വരേണ്ടത് വളരെ ശ്രദ്ധപൂർവ്വം. കാര്യം നമ്മുടെ ലോവർ ബാക്ക് നമ്മൾ സാധാരണ അല്ലാത്ത രീതിയിൽ ഓപ്പൺ ആയിരിക്കുന്നത് കാരണം തിരിച്ചു വരുന്നത് നേരെ നിവർന്ന് വരരുത്. അതിന്
ഒരു വശത്തേക്ക് ചരിയുക. ആദ്യം 2 മുട്ട് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിയുക. എന്നിട്ട് ചരിഞ്ഞ് ബോഡിയും ഇതിൻ്റെ നമ്മുടെ പില്ലയുടെയോ ബോൾസിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ താഴത്തെ കൈമുട്ടും ഈ മുകളിലുള്ള കൈപ്പത്തിയും താഴേക്ക് പ്രസ് ചെയ്ത് നിവർന്ന് വരണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ അധികം പ്രശ്നം ഉണ്ടാവില്ല. അവിടെ നിന്ന് നമുക്ക് നേരെ ശശാങ്കാസനത്തിലേക്ക് വീണ്ടും കുറച്ച് നേരം റിലാക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാക്കിൽ കൊടുത്ത ആർച്ചിന് ഒരു കൗണ്ടർ സ്ട്രെച്ചായിട്ട് നമുക്ക് അപ്പോഴും വീണ്ടും നമുക്ക് കൂടുതൽ ആശ്വാസം തോന്നും. ഓക്കെ, ഇനി മൂന്നാമത്തെ മൂവ്മെൻറ്റ് നമ്മൾ നേരെ ഇനി പവനമുക്താസനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരെ ശവാസനത്തിലേക്ക് വരിക. ആദ്യം ശവാസനത്തിൽ കിടന്നിട്ട് കാൽമുട്ടുകൾ ഒന്നൊന്നായിട്ട് നെഞ്ചിലേക്ക് കൊണ്ടുവന്നു നമ്മളതിനെ 2 കാലുകളെയും ആലിംഗനം ചെയ്ത് താഴോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അതും നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു പോസാണ്. ഇവിടെ എന്തുമാത്രം സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിലർക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം ഉണ്ടാകും, ചിലർക്ക് 2-3 മിനിറ്റ് വേണ്ടി വരും. അതുപോലെ തന്നെ ശശാങ്കാസനത്തിലും സുപ്തകോണാസനത്തിലും ഒക്കെ. സുപ്തകോണാസനം, അതായത് നമ്മൾ രണ്ടാമത് ചെയ്ത ആസനം പതിവുള്ളതല്ല എന്നതുകൊണ്ട് തന്നെ തുടക്കത്തിൽ 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം പ്രാക്ടീസ് ചെയ്യുക. ശരീരം ആ ഒരു ആസനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം അതിൽ ഇരിക്കാൻ പറ്റും, നല്ല ഗുണവും ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശവാസനത്തിൽ റിലാക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് കാല് മുന്നോട്ടാക്കി ഇവിടെ കുറച്ച് സമയം ശവാസനത്തിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു റിലാക്സേഷനാണ് മുഴുവൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് കൊടുക്കേണ്ട ശരീരത്തിന്. അമിതമായ വ്യായാമം കൊടുക്കാതെയോ എന്ന് വിചാരിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാ ദിവസവും പോലെ തന്നെ ജിമ്മിൽ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, അവർ സാധാരണ പോലെ തന്നെ ചെയ്യുന്നു. പക്ഷെ ചിലർക്ക് നല്ല വേദനയുണ്ട്. പിന്നെ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർക്ക് പൊതുവെ അങ്ങനെ വേദന അധികം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് അധികം വ്യായാമം ചെയ്യാത്ത ശരീരത്തിലാണ്. നിത്യമായ വ്യായാമം വളരെ നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, ശവാസനത്തിൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും കിടക്കാം. ഇവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്കത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, വളരെ ലളിതമായിട്ട് ആർക്കും നമ്മുടെ വീഡിയോകളിൽ ചെയ്യാൻ പറ്റുന്ന രീതികൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ ശാന്തമായിട്ട് കിടന്ന് മെല്ലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. അപ്പോൾ അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ചെയ്യുക, വളരെ നല്ലതാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശാന്തമാക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ വേദനകളെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് റിലാക്സേഷൻ കൊടുക്കുക. ഓക്കെ, ഇനിയുള്ളത് ഒരു പ്രഷർ പോയിൻ്റാണ്. അത് നമ്മുടെ ഓവറീസിൻ്റെയും യൂട്രസിൻ്റെയും റിഫ്ലക്ഷൻസ് ആണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അത് എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കത് പരീക്ഷിക്കാം. പക്ഷെ അത് ആർത്തവ കാലത്ത് തന്നെ ചെയ്യണമെന്നില്ല, മറ്റുള്ള സമയങ്ങളിൽ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് പീരീഡിൻ്റെ വേദന എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതൊരു 5 മിനിറ്റ് ഡെയിലി അതിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ 1-2 മാസത്തിനുള്ളിൽ ഈ ആർത്തവ സംബന്ധമായ വേദന മുഴുവനായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഉപ്പുറ്റിയുടെ പുറം ഭാഗത്ത് ഈ കോണിലും അകംഭാഗത്ത് ഈ കോണിലും ആണ് നമ്മുടെ ഓവറീസിൻ്റെയും യൂട്രസിൻ്റെയും റിഫ്ലെക്സ് പോയിന്റ്സ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഇരുവശവും വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ തമ്പ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആർത്തവ സമയത്ത് ശരിക്കും വേദന ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വേദനയായിരിക്കും, ഇവിടെ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള പെയിനായിരിക്കും. പക്ഷേ നമ്മളത് ദിവസവും ഒരു 5 മിനിറ്റ് വീതം ഇങ്ങനെ 4 പോയിന്റിലും, ഇവിടെ വലത് കാലിലും ഇടത് കാലിലും 4 പോയിന്റിലും ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തമ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസം കഴിയും തോറും ആ വേദന കുറഞ്ഞു വരുന്നത് കാണാം. അതുപോലെ തന്നെ
നിങ്ങളുടെ ആർത്തവ സമയത്തുള്ള വേദനയും കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 പോയിന്റിൽ പുറത്തും പിന്നെ അകത്തും 4 പോയിന്റിലും നമ്മുടെ തമ്പ് കൊണ്ട് തള്ള വിരൽ കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഈ ആംഗിളിൽ, ഈ കോർണറിൽ. ഓക്കെ, അപ്പോൾ അതിന് വളരെയധികം ആശ്വാസം ലഭിക്കും. ശരി, എന്നാൽ നിങ്ങൾക്ക് വേദന അകറ്റാനുള്ള 1-2 ടിപ്സ് കിട്ടിയിട്ടുണ്ട്. ഉപയോഗിക്കുക. ഇനി അങ്ങോട്ട് വേദനകളില്ലാത്ത മാസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.